അസ്സലാമലൈക്കും. നമുക്ക് അവിൽ വറുത്തത് ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യമായിട്ട് നമുക്ക് കടല വറുത്തെടുക്കാം. നല്ല ചൂടുള്ള ഓയിലിലേക്ക് കടല ഇട്ടിട്ട് നല്ല കടലയുടെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ പൊട്ടി വരുമ്പോഴാണ് അതിൻ്റെ പരുവം ശരിയായിട്ടുള്ള പരുവം. അത് വറുത്ത് കോരി എടുക്കുക. ഫസ്റ്റ് ഇട്ടത് നമുക്ക് പൊട്ടുകടല നല്ല ചൂടുള്ള ഓയിലിലേക്ക് പൊട്ടുകടല ഇട്ട് വറുത്തെടുക്കാം. പൊട്ടുകടല പരുവാകുമ്പോൾ നമുക്കറിയാം അത് ഇങ്ങനെ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് കടല കോരിയെടുക്കുക. അതുപോലെ തന്നെ കടല മുകളിലേക്ക് ഇങ്ങനെ പൊന്തി വരും. അതാണ് അതിൻ്റെ പരുവം. നന്നായി ഗോൾഡൻ കളർ ആവണം, ഇല്ലെങ്കിൽ നമുക്ക് കടിക്കുമ്പോൾ പച്ച ടേസ്റ്റ് വരും. അപ്പോൾ നന്നായി മുരിവ് വന്നാൽ ഇത് കോരിയെടുക്കുക. നന്നായി മുരിച്ചെടുക്കണം. വേപ്പില നല്ല ചൂടുള്ള ഓയിലിലേക്ക് വേപ്പില ഇട്ടിട്ട് നന്നായി ക്രിസ്പി ആവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായി ക്രിസ്പി ആയി കഴിഞ്ഞാൽ അതിന് നമ്മൾ വറുത്ത് കോരി വെച്ചിട്ട് നന്നായി ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നമ്മളതിനെ വറുത്ത് കോരി വെക്കാം. അവിൽ മിക്സ് ചെയ്യുക. ആദ്യം കുറച്ച് അവിലിടുക. ഒരു പാക്കറ്റ് അവിൽ ഫുള്ളായിട്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി വെളിച്ചെണ്ണ വരുന്ന പാത്രത്തിലേക്ക് വേണം അവിൽ പൊരിച്ച് കോരിയിടാൻ. അവിൽ നന്നായി പാത്രത്തിലേക്ക് ഫുള്ളിട്ട് കൊടുത്തിട്ട് പഞ്ചസാര പൊടിച്ചു വെച്ചത് വെതറി കൊടുക്കുക. അതുപോലെ കടല, ചെറുകടല, മറ്റേ ചുവപ്പ് കടല അതെല്ലാം ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് വേപ്പില ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. മധുരം നോക്കിയതിന് ശേഷം കുറവാണെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം. ചൂടോടെ തന്നെ മിക്സ് ചെയ്യണം, എന്നാലാണ് പഞ്ചസാര അവിലിൽ നന്നായി പിടിക്കുള്ളൂ. നല്ല ടേസ്റ്റിയാണ്. നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ, അതിലും ടേസ്റ്റിലാണ് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. ഇത് എനിക്കൊരു ഓർഗാനിക് ഷോപ്പുണ്ട്, അതിൽ നന്നായി പോകുന്നൊരു മിക്സാണ് ഈ അവിൽ മിക്സ്. നമ്മൾ ഒരു ദിവസം ഒരു 3-4 കിലോനെങ്കിലും അവിടുന്ന് പോകും ഒരു ദിവസം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. മധുരം നോക്കിയതിന് കുറച്ച് കുറവുണ്ട്, അപ്പോൾ കുറച്ചുകൂടെ മധുരം ഇട്ട് കൊടുത്ത് വീണ്ടും മിക്സ് ചെയ്തിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിലൊക്കെ ആക്കണം. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. വീഡിയോ സ്റ്റാർട്ടിംഗ് ആണ്, ചിലപ്പോൾ ചില കുറവുകളൊക്കെ ഉണ്ടാകും. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. അടുത്ത വീഡിയോ ആകുമ്പോഴേക്കും കുറേ കൂടി